അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ മൈഗ്രെയിൻ അല്ലെങ്കിൽ തലവേദന അതെങ്ങനെ നമുക്ക് ക്യൂർ ചെയ്യാം അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് യോഗ ടെക്നിക്സ് ആണ്. ഇത് ആസനാസ് അല്ല, ഒരു ഭയങ്കര ഭാരമായിട്ടൊക്കെ നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യാറില്ലേ, ഈ പീരീഡ്സിൻ്റെ സമയത്താവട്ടെ അല്ലെങ്കിൽ കുറേ ടെൻഷൻ അടിക്കുമ്പോഴാവട്ടെ, മൈൻഡ് സ്ട്രെസ്ഡ് ഔട്ടായിരിക്കുമ്പോൾ ആവട്ടെ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ അതിനുശേഷം പതുക്കെ തല തറയിൽ മുട്ടിക്കുക. ഇതിൽ കുറച്ച് വ്യത്യാസം വരും. ഈ കാല് രണ്ടും ഈ ഒരു പോസ്റ്റിൽ വെച്ചതിന് ശേഷം കൈ രണ്ടും ഈ കാലിൻ്റെ ഈ ഒരു ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഈ ഒരു പോസിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. നമസ്കാരം. ആരോഗ്യ കൗമുദിയിലെ എല്ലാ പ്രേക്ഷകർക്കും യോഗിക് ഹീലിങ്ങിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെഡ് ഏക്ക്, അതായത് തലവേദന, മൈഗ്രെയിൻ. എല്ലാവരെയും അലട്ടുന്ന കുറച്ച് ഇഷ്യൂസാണ് അല്ലേ. നമുക്ക് ചെറിയ ചെറിയ ടെൻഷൻസ് അടിക്കുമ്പോഴായിരുന്നാലും അല്ലെങ്കിൽ ഒരു നിസ്സാര കാര്യം വന്നാലും പെട്ടെന്ന് നമുക്കൊരു ഹെഡ് ഏക്ക് അല്ലെങ്കിൽ ഒരു ചെറിയൊരു നുണ പറയാനായിരുന്നാലും തലവേദനയാണെന്ന് നമ്മൾ പറയാറുണ്ട്. ചിലർക്ക് ഈ മൈഗ്രെയിൻ്റെ ഇഷ്യൂ കാരണം ഒരുപാട് ഭയങ്കരമായിട്ടുള്ള വോമിറ്റിങ്, ലൂസ് മോഷൻ, അങ്ങനെയൊക്കെ ഒരുപാട് സിംറ്റംസും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ മൈഗ്രെയിൻ അല്ലെങ്കിൽ തലവേദന അതെങ്ങനെ നമുക്ക് ക്യൂർ ചെയ്യാം അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് യോഗ ടെക്നിക്സ് ആണ്. ഇത് ആസനാസ് അല്ല, കുറച്ച് യോഗ ടെക്നിക്സ്, കുറച്ച് മെത്തേഡ്സ് ആണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് ബെഡിൽ നിന്നൊക്കെ എണീക്കുമ്പോൾ പെട്ടെന്നുണ്ടാകുന്നൊരു തലവേദന അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും നിസ്സാര കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ടെൻഷൻ അടിച്ചുണ്ടാകുന്ന തലവേദന, അപ്പോൾ അതൊക്കെ എങ്ങനെ ക്യൂർ ചെയ്യാം അതിന് വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഫസ്റ്റ് നമ്മുടെ ഈ 2 ഫിംഗർ എടുക്കുക. ഇൻഡെക്സ് ഫിംഗറും മിഡിൽ ഫിംഗറും എടുത്തതിന് ശേഷം ഈ നെറ്റിയുടെ മിഡിലായിട്ട് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് ക്ലോസ് യുവർ ഐസ്, കണ്ണുകൾ പതുക്കെ അടച്ച് ബ്രീത്ത് മാത്രം ശ്രദ്ധിക്കുക. ഇൻഹൈൽ, നന്നായിട്ട് അമർത്തിപ്പിടിക്കണം. ഈ അമർത്തിപ്പിടിക്കുന്ന സമയത്ത് ഈ പ്രസ് ചെയ്തിരിക്കുന്ന ഒരു പ്രഷർ മാത്രമേ നമ്മൾ മനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാവൂ. വേറെ നമ്മുടെ അപ്പർ ബോഡി മാത്രം, നമ്മുടെ ലോവർ ബോഡി ഒന്നും ശ്രദ്ധിക്കേണ്ട. നമ്മുടെ സിറ്റിംഗ് പോസ്റ്ററാണ് ഇതെല്ലാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ഈ പുരികത്തിൻ്റെ നടുക്കായിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യുക. ഇൻഹൈൽ, എക്സൈൽ, ഇൻഹൈൽ, എക്സൈൽ. ഇത് ഒരു 5 ടൈംസ്, ഇപ്പോൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ആവട്ടെ അല്ലെങ്കിൽ രാവിലെ ആവട്ടെ, എപ്പോഴാണ് നമുക്ക് എണീറ്റ് കഴിയുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു തലവേദന അല്ലെങ്കിൽ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു തലവേദന, ടെൻഷൻ അടിക്കുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന, അപ്പോൾ അതിന് ഒരു കുഞ്ഞു മെത്തേഡാണ്, എല്ലാവർക്കും ഈസി ആയിട്ട് ട്രൈ ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. അത് കഴിഞ്ഞ് ഈ രണ്ട് ഫിംഗേഴ്സ് എടുക്കുക. ഇത് നെക്സ്റ്റ് ഒരു സ്റ്റെപ്പാണ്. 2 കൈയിലെയും 2 ഇൻഡെക്സും മിഡിലും ഫിംഗേഴ്സ് എടുക്കുക. അതിനുശേഷം ഇവിടെ പ്രസ് ചെയ്യുക നന്നായിട്ട്. നമ്മുടെ ഈ തലയുടെ നെറ്റിയുടെ ഈ ഒരു സൈഡിലായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം ക്ലോസ് യുവർ ഐസ്. ഈ ഒരു പ്രഷർ മാത്രം ഫീൽ ചെയ്യുക. നന്നായിട്ട് അമർത്തിപ്പിടിച്ച് ഇൻഹൈൽ, എക്സൈൽ, ഇൻഹൈൽ, എക്സൈൽ. അതിനുശേഷം ഈ തള്ളവിരൽ എല്ലാവർക്കും കാണാൻ പറ്റും. ഈ തള്ളവിരൽ രണ്ടും ബാക്കിലേക്ക്, അതായത് ഈ ചെവിയുടെ ഒരു അപ്പർ ഇതിലേക്ക് വെച്ചതിന് ശേഷം കണ്ണുകൾ പതുക്കെ അടച്ച് നന്നായിട്ട് പ്രസ് ചെയ്യുക. ഈ ഫിംഗേഴ്സ് നന്നായിട്ട് നിങ്ങളുടെ തലയുടെ ഈ ഒരു സൈഡിലായിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യുക. ഇൻഹൈൽ, എക്സൈൽ. ബോഡിയുടെ അല്ലെങ്കിൽ ഹെഡിൻ്റെ ഈ ഒരു പ്രഷർ മാത്രം, നിങ്ങളുടെ പെയിനോ മൈൻഡിലുള്ളതെല്ലാം വിട്ടതിന് ശേഷം ഈ ഒരു പെയിൻ എങ്ങനെ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഇൻഹൈൽ, എക്സൈൽ. അതിനുശേഷം
പതുക്കെ റിലാക്സ് ചെയ്ത് വീണ്ടും ബാക്ക് ടു നോർമൽ വരിക. അപ്പോൾ അടുത്ത ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ എല്ലാ ഫിംഗേഴ്സും എടുക്കുക. എല്ലാ ഫിംഗേഴ്സും എടുത്തതിന് ശേഷം ഈ ചെവിയുടെ ഇവിടെ ഈ ഒരു പോസ്റ്ററിലായിട്ട് തള്ളവിരൽ പതിപ്പിക്കുക. ഇതാ ഈ 2 സൈഡിലായിട്ട് തള്ളവിരൽ പതിപ്പിക്കുക. തല മൊത്തത്തിലൊന്ന് നന്നായിട്ട് അമർത്തി, അതായത് തല നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾക്ക് എത്രത്തോളം പെയിൻ ഉണ്ടാവും അല്ലെങ്കിൽ പെയിൻ ഇല്ല. നമുക്ക് ഓരോരുത്തർക്കും അറിയാമല്ലോ എത്രയാണ് പെയിൻ ഉള്ളതെന്ന്. ഒരുപാട് അമർത്തി പിടിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഈ ഒരു നിസാര തലവേദന അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചിട്ടുള്ള ഒരു തലവേദനയ്ക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു മെത്തേഡാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടെ കാണിക്കാം. തള്ളവിരൽ ചെവിയുടെ മുകളിലായിട്ട് പതിപ്പിച്ചതിന് ശേഷം തല നന്നായിട്ട് മസാജ് ചെയ്യുക. ഫിംഗേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തലയുടെ പുറകിലും നന്നായിട്ട് ഫിംഗേഴ്സ് വെച്ച് മസാജ് ചെയ്യുക. ഇതിപ്പം നമ്മളിപ്പം സ്പാ ചെയ്യാനോ അല്ലെങ്കിൽ പുറത്തൊക്കെ പോയി ഹെഡ് മസാജിനൊക്കെ നമ്മൾ പോകാറുണ്ട്. ഇത് നമുക്ക് ഓണായിട്ട് തന്നെ ഒരാൾ ചെയ്ത് തരുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ തലയിൽ ഒരാൾ മസാജ് ചെയ്ത് തരുമ്പോൾ അത് വേറൊരു ഇതായിരിക്കും. സ്വയമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു മസാജിങ് എന്ന് പറയുന്നത്. ഒന്നും കൂടെ കാണിക്കാം, ശ്രദ്ധിച്ചാൽ മതി. ഇവിടുന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് ബാക്ക് വരെയും പോവുക. ബാക്ക് നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ ഒരു പോസ്റ്റർ വരെ പോവുക. കണ്ണുകൾ അടച്ചിരിക്കണം. ഈ ഒരു പ്രഷർ മാത്രമേ ശ്രദ്ധിക്കാവൂ. ഈ ഒരു പെയിൻ റിലീഫ് മാത്രം ശ്രദ്ധിച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് റിലാക്സ് ചെയ്യുക. ബ്രീത്ത് മാത്രം ശ്രദ്ധിക്കുക. അടുത്ത നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സുഖാസനത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ മൈഗ്രെയിൻ ഉള്ളവർ ഇത് ചെയ്യാൻ പാടില്ല. ഇത് ഒരു നമ്മുടെ ഈ തലയുടെ തന്നെ ബാക്ക് വശം ഒക്കെ ഒരു ഭയങ്കര ഭാരമായിട്ടും ഒക്കെ നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യാറില്ലേ? ഈ പീരീഡ്സിൻ്റെ സമയത്താവട്ടെ അല്ലെങ്കിൽ കുറേ ടെൻഷൻ അടിക്കുമ്പോഴാവട്ടെ, മൈൻഡ് സ്ട്രെസ്ഡ് ഔട്ടായിരിക്കുമ്പോൾ ആവട്ടെ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നിങ്ങൾക്ക് ബെഡിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് എങ്ങോട്ടും പോകാനൊന്നും ഒരു മൂഡില്ല അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പാണ്, ഒരു മെത്തേഡാണ് അതെന്ന് പറയുന്നത്. നമ്മുടെ ബെഡിൽ തന്നെ ഇരുന്ന് സുഖാസന പോസിൽ ഇരുന്നുകൊണ്ട് ഫ്രണ്ടിലേക്ക്, അതായത് കൈ ഫ്രണ്ടിലേക്ക് നന്നായിട്ട് വെച്ചതിന് ശേഷം തറയിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. ഈ നെറ്റിയുടെ ഭാഗം തറയിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. റിലാക്സ് ചെയ്യുക. സ്ട്രെയിൻ ചെയ്തല്ല ചെയ്യാനുള്ളത്. ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചിലർക്ക് സ്ട്രെയിൻ പോലെ ഇപ്പം ഇരിക്കുന്ന പോസ്റ്ററിലാവട്ടെ ഒരു സ്ട്രെയിൻ ഫീൽ ചെയ്യും. സ്ട്രെയിൻ ചെയ്തുകൊണ്ടല്ല, അല്ലാതെ വളരെ റിലാക്സ് ആയിട്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റും. ആദ്യം ഒരു 2-3 തവണ മാത്രമേ ഒരു സ്ട്രെയിനൊക്കെ ഫീൽ ചെയ്യുള്ളൂ. അത് കഴിയുമ്പോൾ നമ്മൾ അത്രയും ഫ്ലെക്സിബിലിറ്റി നമുക്ക് വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ ഈ സ്ട്രെയിൻ ചെയ്ത് ചെയ്യാനുള്ളൊരു കാര്യമല്ല. ഇപ്പോൾ ആദ്യം ഒരു 1-2 പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടേ ഉണ്ടാവുകയുള്ളൂ. കാരണം ഇത്രയും കാരണം നമ്മുടെ നെറ്റി തറയിൽ മുട്ടിക്കുന്ന ഒരു കാര്യമാണ്. അത് വേണം ചെയ്യാൻ. ഇപ്പോൾ വെറുതെ ഇതിന് നമ്മൾ ഫ്രണ്ടിലോട്ട് വന്ന് ബാക്കിലോട്ട് ചെയ്യുന്നതല്ല. ഒരു ഫ്ലെക്സിബിലിറ്റി വന്നതിന് ശേഷം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടത് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത ഒരു എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പോസ്റ്റിൽ നമ്മൾ ഇരിക്കുക. ഈ ഒരു പോസ്റ്റിൽ ഇരുന്നതിന് ശേഷം ഇവിടെ നമ്മുടെ ഈ തള്ളവിരലിലായിട്ട്, നമ്മുടെ കാലിൻ്റെ തള്ളവിരലിലായിട്ട് നമ്മുടെ നെറ്റി തൊടാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞ പോലെ ഈ തലയ്ക്കൊക്കെ ഒരുപാട് ഭാരം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് ഫീൽ ചെയ്യുന്നവർക്കും ഈ മൈഗ്രെയിൻ്റെ സ്റ്റാർട്ടിങ് ലെവലിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസാണ്, കുറച്ച് മെത്തേഡ്സാണ്, ഈസി ആയിട്ടുള്ള കുറച്ച് മെത്തേഡ്സ്. അപ്പോൾ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെത്തേഡ്സാണ്. അപ്പോൾ വളരെ ഇതായിട്ടിരുന്നതിന് ശേഷം, റിലാക്സ് ചെയ്തിരുന്നതിന് ശേഷം എങ്ങനെ നമ്മുടെ തല നമ്മുടെ ഇതിൽ തൊടിയിക്കാം അല്ലെങ്കിൽ തൊടാം, ആ ഒരു ഇത് മാത്രം നിങ്ങളെ മൈൻഡിലെടുക്കുക. ബാക്കിയെല്ലാം വിട്ട് നന്നായിട്ട് ഈ ഒരു പോസിൽ. അപ്പം ഇതും കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നും. നമുക്ക് തൊടയുടെ മസിലൊക്കെ പിടിക്കുന്ന പോലെയൊക്കെ തോന്നും.
പക്ഷേ ഈസിയാണ്. കുറച്ച് 2-3 തവണ ചെയ്യുന്ന ആ ഒരു സ്ട്രെസ്സ് മാത്രമേ ഒരു സ്ട്രെയിൻ മാത്രമേ ഉണ്ടാവാറുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ വളരെ ഫ്ലെക്സിബിളായിട്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഈ ബട്ടർഫ്ലൈ സിറ്റിംഗ് പോലുള്ള എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തത് എന്ന് പറയുന്നത് സെയിം ഇത് തന്നെയാണ്. കുറച്ച് പോസ്റ്റേഴ്സിൽ കുറച്ച് വ്യത്യാസം വരും. ഈ കാല് രണ്ടും ഈ ഒരു പോസ്റ്റിൽ വെച്ചതിന് ശേഷം കൈ രണ്ടും ഈ കാലിൻ്റെ ഈ ഒരു ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഈ ഒരു പോസിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതിനുശേഷം തല കാലിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. റിലാക്സ് ചെയ്തതിന് ശേഷം ബാക്ക് ടു നോർമൽ പൊസിഷൻ. സ്ട്രെസ്സ് ഇവിടെ കാലിനൊരു മസിൽ പിടുത്തം തോന്നുവാണെങ്കിൽ ഒന്ന് ലൂസനിങ് എക്സസൈസ് ചെയ്ത് കാലിലെ മസിൽ ഒന്ന് ഫ്രീ ഔട്ട് ആക്കുക. ഇത് നല്ലൊരു എക്സസൈസാണ്. നിങ്ങൾക്കിത് ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. പെയിൻ ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ലൂസനിങ് എക്സസൈസാണ്. ഈ ഒരു ബട്ടർഫ്ലൈ പോസിൽ ഇരുന്നുകൊണ്ട് മസിൽസിനെ ഒന്ന് ലൂസനിങ് ചെയ്യുക. ഈ ഒരു മെത്തേഡ്സ് ചെയ്യുന്നതിന് മുന്നെയോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടോ ഇത് ചെയ്യാവുന്നതാണ്. ചിലർക്ക് മസിലൊക്കെ പെയിൻ കയറി കഴിയുമ്പോൾ ഭയങ്കര പ്രശ്നമായിരിക്കും. പിന്നെ ഈ കാല് നമ്മൾ തറയിലിരുന്നതിന് ശേഷം കാല് വല്ലാതെ മസിൽ പിടുത്തം അല്ലെങ്കിൽ മസിൽ കയറി എന്നൊക്കെ വരുമ്പോൾ സ്വയമായിട്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു ലൂസനിങ് എക്സസൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പത്തെ എപ്പിസോഡിലായിരുന്നാലും നമ്മൾ ഡിസ്കസ് ചെയ്തത് തന്നെയാണ് വജ്രാസന പോസ്. ഇപ്പോൾ എല്ലാവർക്കും ഫെമിലിയർ ആയി കാണും. വജ്രാസന പോസിലിരുന്നു കൊണ്ട് ഈ കൈ രണ്ടും പുറകിലേക്ക് റിലാക്സ് ചെയ്ത്, അത് ഇൻഹെയിൽ, അതായത് ശ്വാസം നന്നായി എടുത്തുകൊണ്ട് കൈ പുറകിലേക്ക് കെട്ടുക. കണ്ണുകൾ പതുക്കെ അടച്ച് നന്നായിട്ട് ശ്വാസം നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇൻഹൈൽ, എക്സൈൽ, ഇൻഹൈൽ, എക്സൈൽ, ഇൻഹൈൽ, എക്സൈൽ. അതിനുശേഷം പതുക്കെ തല തറയിൽ മുട്ടിക്കുക. ഉടനെ ഇപ്പം ഞാൻ ചെയ്തത് കൃത്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഞാൻ പെട്ടെന്ന് റിലാക്സ് ചെയ്ത് പെട്ടെന്ന് എണീറ്റതാണ്. ഇങ്ങനെ ഇരിക്കുന്ന ഇതിൽ ഒരു 30+ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഉള്ളവർക്ക് പെട്ടെന്ന്, അതായത് ലോ BP ഹൈ BP ഒക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് ഈ ഒരു പോസിൽ ഇരുന്നുകൊണ്ട് പെട്ടെന്ന് ചാടി എണീക്കരുത്. പതുക്കെ റിലാക്സ് ചെയ്ത് വേണം വരാൻ. അല്ലെങ്കിൽ നമുക്ക് ബോഡി വീക്ക് ആവുന്ന പോലെ തോന്നും. ഈ BP ഇഷ്യൂസ് ഉള്ളവർ മാത്രം ശ്രദ്ധിച്ചാൽ മതി, അല്ലാത്തവർ അത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതും വളരെ ഈസി ആയിട്ടുള്ള വജ്രാസനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ആദ്യം പതുക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് എത്രത്തോളം നിങ്ങൾക്ക് വരാൻ പറ്റും എന്ന് നിങ്ങളെ സ്ട്രെങ്തനിങ് ചെയ്ത് കൊണ്ടുവരിക. അതുപോലെ തന്നെ ബാക്കിലേക്കും ആ ഒരു പോസിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇതും വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇതും എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പം ഇതെല്ലാം നമുക്ക് ഈ ഹെഡേക്കും മൈഗ്രെയിനും ഒക്കെ ക്യൂർ ചെയ്യാൻ പറ്റിയ കുറച്ച് മെത്തേഡ്സാണ്. ഇത് ആസനാസ് അല്ല, ഇപ്പോൾ ഈ ലാസ്റ്റ് പറഞ്ഞ മാത്രമേ ഉള്ളൂ. പിന്നെ പ്രാണായാമത്തിലും കുറച്ച് ഇത് വരുന്നുണ്ട്. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഈ കുറച്ച് മെത്തേഡ്സ്, വളരെ ഈസി ആയിട്ടുള്ള, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഈ മെത്തേഡ്സ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഈ മെത്തേഡ്സ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡ്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ പുതിയ ഡിസീസും അതിൻ്റെ ക്യൂറായിട്ടുള്ള കുറച്ച് എക്സസൈസും ആസനാസുമായിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം.